പറഞ്ഞത് ഷൂട്ടിങ്ങിന് വേറെ പൈസ, ഐശ്വര്യക്ക് പൈസ, അപ്പോൾ സംഗതി മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു. നമുക്ക് ചാനലിലെ കാര്യമൊന്നും ആൾക്ക് അറിയില്ല. അപ്പോൾ ആളുടെ ഒരു സുഹൃത്താണ് തോന്നുന്നു, കച്ചവടക്കാരൻ്റെ ഒരു സുഹൃത്താന്ന് തോന്നുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട കടയല്ല, ഇപ്പോൾ ഈ കാണുന്നത് വേറെ കടയാണ്. ആദ്യം കണ്ട കടയിൽ നിന്നാണ് ആൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഏത് കടയാണെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കടകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കാരണം വലിയ വലിയ യൂട്യൂബേഴ്സ് മുതൽ ഇവിടെ വരുന്ന എല്ലാവരും ഇതുപോലുള്ള കടകളുടെയൊക്കെ വീഡിയോസ് എടുക്കും. ഇനി വീഡിയോസ് എടുക്കാൻ വേറെ പൈസയും വാങ്ങണം, എന്നാലേ മുതലാവുള്ളൂ എന്നാണ് മൂപ്പര് പറയുന്നത്. തമാശ കൂടി പറഞ്ഞതാണ്. പിന്നെ ആളുടെ ഒരു വിഷമം കൂടി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളുടെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ആ ഒരു വഴിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അവിടെ ബീച്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറുകിട കച്ചവടക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. കാരണം ഇവിടെയൊക്കെ മെയിനായിട്ട് അധികം പിന്നെ ദോഷമില്ലാത്ത ഭക്ഷണം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐശ്വര്യതി എന്ന് പറയുന്ന സാധനമാണ്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.